അതെ, എന്റെ ഡയറ്റീഷ്യൻ ആണ്. അപ്പൊ ഞാൻ ഈ കോൾ ഒന്ന് എടുത്തിട്ട് വരാവേ. നമ്മളോട് എൻ്റെ പിള്ളേർക്കൊരു വിചാരമുണ്ട്, എന്നെ പറ്റിക്കാമെന്ന്. അപ്പനെ ഞങ്ങളുടെ ഉടായ്പൊന്നും മനസ്സിലാക്കില്ല. അതെങ്ങനെയാ? അപ്പൊ 90s കിഡ് അല്ലേ? എന്നെ 90s ജനിച്ച ലോകത്തെ സകല ഉടായ്പ ഇറക്കി എൻ്റെ അപ്പനെയും അമ്മയും പറ്റിച്ച് കിടന്ന എന്നെ അമ്പളത്താ. ഇത് നമ്മളൊരു ഫോൾഡറിൻ്റെ പേര് ഹോംവർക്ക് HD. അതിന്റെ അസൈൻമെന്റ് പപ്പ കോളേജിൽ തന്ന നമ്പർ എടുത്തു. ഇത് എന്റെ ഫ്രണ്ടാണ് ജോണി. അസൈൻമെന്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന. ഞങ്ങളൊന്ന് റൂമിലോട്ട് കയറുവാണേ. നമ്മൾ ആത്തിരുന്ന് ഒച്ച വെച്ച് കഴിഞ്ഞാൽ അങ്കിളിന്റെ ഡിസ്റ്റർബൻസ് ആവും. ആ ശരിയാ, നമുക്ക് റൂം കുറ്റിയിടാം. ശരിയാപ്പ. നമ്മളോട് അപ്പൊ ഇവിടെ ഇരുന്ന ഒരു പാക്കറ്റ് കോൺ ബലൂൺ കണ്ടായിരുന്നു. അത് ഞാൻ ഊതി ഉറപ്പിച്ചപ്പോ പൊട്ടിപ്പോയടാ. ആണോ? നമ്മളോട് എന്താണ് നിന്റെ പോക്കറ്റ് സെന്റർ ഫാഷന്റെ കവർ? അതപ്പോ ഇവന്റെ അപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നേ. കുറെ ഉണ്ടെങ്കിലോ, ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം. നമ്മൾ എന്തിനടി മോളെ നീ എന്റെ ഇൻസ്റ്റാമാർട്ടിൽ കയറി ഗോൾഡ് എന്നൊക്കെ തപ്പിയത്? അത് പിന്നെ അപ്പ ഞാനേ ഗോൾഡിന്റെ വില നോക്കിയത്. എന്നാ വിലയായി. നമ്മളോട് അപ്പേ ഞാൻ ഫോണായിട്ടൊന്ന് ബാത്റൂമിൽ കയറുകയാണേ, വിളിച്ചാൽ കിട്ടത്തില്ല. നമ്മളോട് അപ്പ ഞാൻ കൊടൈക്കനാലിന്ന് തോരൻ വെക്കാൻ കൊണ്ടുവന്ന മഷ്റൂം കണ്ടായിരുന്നു. നമ്മളോട് അങ്കിളെ സ്റ്റാമ്പാ കത്തിലൊട്ടുന്നില്ല, അതുകൊണ്ട് നക്കി ഒട്ടിക്കരുത്. നമ്മളെടുത്ത് എന്താ പിള്ളേരെ എന്റെ ATM അടുത്തൊരു വെള്ളപ്പൊടി. അത് ഗ്ലൂക്കോസ് കൂടി ഞങ്ങളെ കണ്ടു മനസ്സിലായില്ലേ? ഓ തന്നല്ലേ. അപ്പൊ എന്റെ പോക്കറ്റിലെ 10 രൂപ നോട്ടൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നു എന്തിന്? അത് PP ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ. നമ്മളോട് ഞങ്ങൾക്കറിയാത്ത ഒരു നമ്പരും ഇല്ല. ഞങ്ങൾ അപ്പനപ്പന്മാരെയൊക്കെ ഇത് പറഞ്ഞു തന്നെ പറ്റിച്ചിട്ടുള്ളത്. ഇവന്മാർക്ക് ഒന്നും ഞങ്ങളുടെ അടുത്ത് ഇറക്കാൻ പറ്റിയല്ല. അപ്പനെന്തിനാ രാത്രി 12 മണിക്ക് ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തേ? അത് മോനെ രാത്രി 12 ആയപ്പോഴേക്കും വാട്സാപ്പ് അങ്ങ് അടിച്ചു പോയി. പിന്നെ ഈശ്വര ഭാഗ്യം കൊണ്ട് ടെലഗ്രാം ഉണ്ടായിരുന്നു. അമ്മമാർക്കൊന്നും മനസ്സിലാവത്തില്ല. നമ്മളോട്